നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. അപ്പോൾ നമ്മളിന്ന് ഇംഗ്ലണ്ടിലെ ഗ്രാമങ്ങളിലൊന്ന് പോയി ചേക്കേറാനാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് പ്രകൃതിദത്തമായ നല്ല മനോഹരമായ ഗ്രാമങ്ങളുണ്ട് ഇവിടെ. അപ്പം ഇതൊരു ചെറിയ ഗ്രാമമാണ് ഇവിടെ. ഇതിൻ്റെ പേര് വൈ എന്നാണ്. അപ്പോൾ ഇന്ന് ഇംഗ്ലണ്ടിലെ വില്ലേജ് യാത്രകളുമായി നിങ്ങൾക്ക് മുന്നിലിതാ വീണ്ടും ഐ ട്രാവലോഗ്സ് ബൈ ജെറി. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടച്ചൊക്കെ വിട്ടുപോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു ചെറിയ ഒരു ഗ്രാമങ്ങളിലൂടെയുള്ളൊരു നടന്നുള്ളൊരു യാത്രയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു വൈ. താങ്ക് യു. അപ്പോൾ ഇത് ഒരുപാട് പ്രകൃതിയും രമണീയമൊക്കെ ഒത്തുചേർന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. എൻ്റെ പുറകിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് മൊട്ടക്കുന്നുകളും നല്ല നീലാകാശം, പിന്നെ നമ്മുടെ വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പ് വിൻഡോസിൻ്റെ വാൾപേപ്പർ പോലെയുള്ള സ്ഥലങ്ങൾ. ചെറിയൊരു മൊട്ടക്കുന്നുണ്ട്. ആ മൊട്ടക്കുന്നിൻ്റെ സൈഡിലായിട്ട് കണ്ട ഒരു കിരീടം പോലെ വെച്ചിരിക്കുന്നതാണ്. അതിന് ഇവിടെ പറയുന്നത് ക്രൗൺ ഹിൽ എന്നാണ്. അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. അതിൻ്റെ മുകളിലേക്ക് ആൾക്കാർ നടന്ന് കയറുന്നുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ പ്രകൃതിയും ഭംഗി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊട്ടക്റ്റഡ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിന് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം അവിടെ പുതിയ കെട്ടിടങ്ങളും പുതിയ പ്രവർത്തനങ്ങളൊക്കെ വരുന്നതിന് ലിമിറ്റേഷനുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ ഭംഗി കളയാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതുപോലെയുള്ള സ്ഥലങ്ങളിൽ യാത്രകൾ ചെയ്യാം ഒരു ചിലവുമില്ലാതെ. നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇവിടുത്തെ ബാർലിയാണ്. അതായത് ഇവിടെ മെയിനായിട്ട് ബാർലി, പശുക്കൾ തീറ്റ, അതുപോലെ ബിയർ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോട്ടമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഭംഗിയായിട്ട് എന്താ ഒരു ചെറിയ വില്ലേജ് ദൂരെയായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. ദൂരെയായിട്ട് ചെറിയ വില്ലേജുണ്ട്. കൂട്ടങ്ങൾ പോലെയുള്ള മേഘങ്ങൾ നല്ല സുന്ദരമായിട്ട് രസമില്ലേ. ഇങ്ങോട്ട് മാറി നോക്കി, നല്ല കാർമേഘം. ഇപ്പം മഴ പെയ്യും. അവിടെ എങ്ങാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ചിലപ്പോൾ മഴ പെയ്യാനുള്ള ഞങ്ങൾക്ക് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും മാറും കേട്ടോ. ഒരുപാട് നേരം നിൽക്കില്ല. അപ്പം നമുക്ക് ഒരു ദിവസം തന്നെ 4 രീതിയിലുള്ള കാലാവസ്ഥകളിലൂടെ കാണാൻ പറ്റും. പിന്നെ കുറുക്കൻ്റെ കല്യാണം ആണെങ്കിൽ പറയാനും വേണ്ട. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും തന്നെ സൂര്യപ്രകാശം ഉണ്ടാവും. ഇവിടെ കുറുക്കന്മാരെ എന്നും കല്യാണം കഴിപ്പാം. വൈലേക്കുള്ളത് നമ്മൾ ഇവിടുന്ന് മെയിൻ ടൗണായ ആഷ്ഫോർഡിൽ നിന്ന് ഒരു 3-4 മൈൽ ദൂരമുള്ളൂ. ഞാൻ ഈ മൈൽ പറയുമ്പോഴത്തേനും ആൾക്കാർ കൺഫ്യൂഷൻ ആവും. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം അടുത്ത് വരും. വളരെ സുന്ദരമായ സ്ഥലമാണ്. വളരെ ക്വയറ്റായിട്ടും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പം ഇത് നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് കാണുന്ന ഇവിടുത്തെ ഒരു പബ് ആൻഡ് റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ പേര് ന്യൂ ഫ്ലൈയിങ് ഹോഴ്സ് എന്ന്. അപ്പം ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ഫുഡ് കഴിക്കാനും അതുപോലെ ഒരു ബിയറോ ഒക്കെ കുടിച്ചിരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന സ്ഥലമാണ് ഫ്ലൈയിങ് ഹോഴ്സ്. അതെ, 18ാമത്തെ നൂറ്റാണ്ടിലുള്ളതാണ്. 18ാം നൂറ്റാണ്ട് 1700കളിൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ന്യൂ ഫ്ലൈയിങ് ഹോഴ്സ്. കണ്ടോ, അവിടുത്തെ തൂങ്ങി കിടക്കുന്ന വിളക്കൊക്കെ ഉണ്ടാവും, നല്ല രസമില്ലേ. പിന്നെ അതുപോലെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ ചെടിച്ചട്ടിയൊക്കെ തൂക്കിയിട്ട് അതിൻ്റെ പേരാണ് ന്യൂ ഫ്ലൈയിങ് ഹോഴ്സ്. അതായത് ചിറകൊക്കെ വിരിച്ചിരിക്കുന്ന ഒരു ഹോഴ്സിൻ്റെ കൂടെ കണ്ട നല്ല രസം. ഇപ്പം മറ്റൊരു പ്രത്യേകത കാണിച്ചു തരാം. നമ്മളിവിടെ ഇവിടുത്തെ ഒരു കാര്യമാണ്. അതായത് ഇവിടെ ആരെങ്കിലുമൊക്കെ പ്രായമുള്ള ആൾക്കാർ മരിച്ചു പോയി കഴിയുമ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവർ ആ മരിച്ചു പോയ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവർ പോയിക്കൊണ്ടിരുന്നതും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ എന്തെങ്കിലും അവരുടെ ഓർമ്മ പുതുക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനങ്ങൾ പണിത് വയ്ക്കുകയോ അതോ അവരുടെ പേരിലൊരു മെമ്മറീസ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിക്കുകയും. അപ്പം ഇവിടെ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെയറാണ്. അതായത് എന്നിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ.
അപ്പോൾ ഇത് കണ്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള മെമ്മറീസ് വേണ്ടിയിട്ടുള്ള ഒരു ചെയറാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇൻ മെമ്മറി ഓഫ്, പിന്നെ അവരുടെ പേര്, അതായത് അവരിവിടെ ബസ് സ്റ്റോപ്പിൽ വന്നു ചിലപ്പോൾ ഈ ടൗണിലൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഒന്ന് ഇരിക്കാറുണ്ടായിരിക്കും. ഇത് ഈ പബ്ബിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നമ്മൾ ഇവിടെയുള്ള ഒരു കോളേജാണ് വൈ കോളേജ്. ഇത് അഗ്രികൾച്ചർ അങ്ങനെ പല രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പ്രവർത്തനമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കോളേജ് ക്ലോസ് ആയതിനു ശേഷം ഇവരിത് ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമായിട്ട് മാറ്റിയെടുക്കുകയാണ്. 1 to 2 bedrooms അങ്ങനെയുള്ള സെറ്റപ്പിൽ. അപ്പം വൈ കോളേജ് ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു കോളേജാണിത്. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ്റെ അണ്ടറിലായിരുന്നു ഈ കോളേജ് ഉണ്ടായിരുന്നത്. പക്ഷേ 2009 ആ സമയത്തോടുകൂടി ഞാനിങ്ങനെ നടന്ന് വരുമ്പോഴത്തേനുമാണ് കണ്ടത് നമ്മുടെ ഇവിടെ അടുത്ത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. പക്ഷെ അത് ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല, ബംഗ്ലാദേശികളാണ് അത് നടത്തുന്നതെന്ന് തോന്നുന്നത്. അതിൻ്റെ പേര് ജോഷൻ ഓഫ് വൈ. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പേരാണ്. ജോഷൻ ഒരു ഹിന്ദി വേർഡാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിൻ്റെ അത് കാണിക്കാം കേട്ടോ എവിടെ. ഇതാണ് ജോഷൻ ഓഫ് വൈ. ഇത് ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇതിപ്പോൾ തുറന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒരു പഴയ കെട്ടിടത്തിലാണ് ഇത് ചിത്രീകരിച്ചിരുന്നത്. ഇവിടെ വൈയിൽ നല്ല ഫുഡ് റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിനെ പറ്റി ട്രിപ്പ് അഡ്വൈസറിലൊന്ന് കയറി നോക്കി. കുഴപ്പമില്ലാത്ത റിവ്യൂസാണ് ഇതിനെ പറ്റിയുള്ളത്. ഇവിടെ ഞാനിതുവരെ വന്ന് കഴിച്ചിട്ടില്ല. ഒരു ദിവസം വരണമെന്നുണ്ട്. വന്ന് കഴിഞ്ഞിട്ട് എന്താ പറയുക, അതിലെ ഇവിടുത്തെ ചർച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ചർച്ചാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ചർച്ച്. അപ്പം ഇവിടെയെല്ലാം ഇത് ഫ്രീ ചർച്ചുകളാണ്. നമുക്ക് സന്ദർശിക്കാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആരും നമ്മളെ അങ്ങനെ കാണില്ല. പക്ഷേ അലമ്പൊന്നും കാണിക്കാതിരുന്നാൽ മതി. ചർച്ചിൽ എപ്പോഴാണ് പ്രവർത്തിക്കുന്നതെന്നും എപ്പോഴാണ് മാസം. പിന്നെ നമ്മുടെ ഇവിടെ കാണുന്നൊരു പ്രത്യേകതയാണ്, അതായത് ഈ ചർച്ചിനോട് ചേർന്ന് തന്നെയായിരിക്കും ഇവിടുത്തെ സെമിറ്ററി, ഇവിടെ ആൾക്കാരെ അടക്കിയിരിക്കുന്നത്. ആ ചർച്ചിനോട് തൊട്ടടുത്ത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് കാണാം 100 കണക്കിന് സെമിറ്ററീസ് ഉണ്ട്. ഉണ്ട് ഇവിടുത്തെ ചർച്ചിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഒരു വലിയ മുട്ടക്കാട്ടൻ ക്ലോക്ക് കണ്ട. ഇതിൻ്റെ ഇത്ര നൂറ്റാണ്ടുകളായിട്ടും അതിൽ സമയം കറക്റ്റാണ്. ഭീമാകാരമായൊരു ക്ലോക്ക്. നല്ല രസമില്ലേ കാണാനായിട്ട്, ഒരു ചെറിയ ടവറിൻ്റെ മുകളിലായിട്ട്. പണ്ട് കാലത്ത് ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും ഇതിവിടെ ഉണ്ടായിരുന്നൊരു ആകെ ഉണ്ടായിരുന്നൊരു ക്ലോക്ക് എന്ന് പറയാൻ പറ്റുന്നത്. ഇതിവിടെ ആൾക്കാർ ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് പണിത് വെച്ചിരുന്ന ബെഞ്ചാണ്. ഫാമിലി ഇവിടെ നമ്മൾ അനുസ്മരണ ദിവസങ്ങളൊക്കെ വന്നു. ഇപ്പം കല്ലറകളിൽ എന്നാണ് അടക്കിയിരിക്കുന്നത്, 1874 അടക്കിയിരിക്കുന്ന കല്ലറകളുണ്ട്. നമുക്ക് എത്ര വർഷത്തെ പഴക്കമുള്ളതാണ്. കണ്ട കള്ളന്മാരുടെ സ്മാർട്ട് വാട്ടർ അപ്ഡേറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. വൈ ചർച്ചിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള മിക്കവാന പള്ളികളും ഇങ്ങനെയാണ്. അതായത് അത് ആ കുർബാന നടക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ആൾക്കാരുണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതുപോലെ പള്ളികളൊക്കെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ പള്ളികൾ പണിതിരിക്കുന്ന ശൈലി കണ്ടോ, അതായത് ഇവിടെയുള്ള ലോക്കലായിട്ട് കിട്ടുന്ന കല്ലുകളും എല്ലാം ഉപയോഗിച്ചിട്ടാണ് മിക്ക പള്ളികളും ഇവിടെ
പണിതിരിക്കുന്നത്. ഈ പള്ളി അതിനൊരു മാതൃകയാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ പള്ളികൾക്കുള്ളിലായിട്ട് ഒരുപാട് ആഡംബരങ്ങളൊന്നുമില്ല. അത് മറ്റൊരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടെ കടകളുണ്ട്. അതായത് അവിടെയായിട്ടൊരു ന്യൂസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാലും കൂടി കവലയുടെ സൈഡിലായിട്ടുള്ള കടകൾക്ക് ഇവിടെ പറയുന്നത് കോർണർ ഷോപ്പുകൾ എന്നാണ്. അത് മിക്ക സ്ഥലങ്ങളിലുള്ള വില്ലേജുകളിലും കാണും. അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ന്യൂസ് പേപ്പറുകൾ വാങ്ങിക്കുക, പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കോർണർ ഷോപ്പുകൾ. വൈറ്റ് ചർച്ച് കണ്ടോ, നല്ല രസമല്ലേ? നമ്മുടെ പൗരാണികതയൊക്കെ വിളിച്ച് പറയുന്ന പോലത്തെ ചർച്ച്. ഇതിവിടുത്തെ ഒരു ഷോപ്പാണ് കേട്ടോ, കോപ്പ് എന്ന് പറയുന്നൊരു ലോക്കൽ ഷോപ്പാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. ചായ കിട്ടും, പിന്നെ സാൻഡ്വിച്ച്, പിന്നെ നമുക്കുള്ള പച്ചക്കറികൾ, പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഒരു ചെറിയ നടപ്പാത ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ, രണ്ട് സൈഡിലും പുൽത്തകിടിയായിട്ട്. അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് മരങ്ങളുണ്ട്, നടുവിലൂടെയായിട്ട് കല്ല് പാകിയ ഉണ്ട്. നല്ല രസമല്ലേ? ഇതെല്ലാം ഭംഗിയായിട്ട് ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത് ഇവിടുത്തെ തന്നെ സർക്കാരാണ്. അതായത് വില്ലേജ് കൗൺസിൽ, പാരിഷ് കൗൺസിൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള ബഡ്ജറ്റുണ്ട്. സമയമാകുമ്പോഴത്തേന് ഇപ്പോൾ ഈ പുല്ല് വെട്ടിയിട്ടൊരു 1-2 ആഴ്ച ആയാലെന്ന് പറഞ്ഞാൽ ആ പുല്ല് വെട്ടിയതിൻ്റെ പാടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സമയമാകുമ്പോഴത്തേന് അവർ പുല്ലുകളൊക്കെ വന്ന് വെട്ടിയിടും. അപ്പം നല്ല സമ്മറൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ഇരിക്കാനും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പാർക്കിംഗ് തൊട്ടടുത്ത് പള്ളിയുണ്ട്. സൈഡിൽ കാണുന്ന ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിനുള്ള സ്പേസാണ് അവിടെ. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് പാർക്കിംഗ് പോലെ തന്നെ പ്രധാനമായിട്ടുള്ള സംഭവമാണ് ടോയ്ലറ്റ്. അതും ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സൗകര്യമാണ്. നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ടാവും. വളരെ വൃത്തിയായിട്ടായിരിക്കും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കൗൺസിലുകളൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ വരുന്നിടത്താണെങ്കിൽ അത് തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ കൗൺസിലിൻ്റെ ആൾക്കാർ വന്ന് അത് ക്ലീൻ ചെയ്യും. അവിടെയുള്ള വേസ്റ്റുകൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇത് ഇവിടുത്തെ ഒരു മോണ്യുമെൻ്റ് പോലെയാണ്. അതിൻ്റെ എന്താണെന്ന് നോക്കി. ഇതിവിടെ 1ാം ലോക മഹായുദ്ധകാലത്ത് ഇവിടെ ഒരു എയർ സ്ട്രിപ്പ്, അതുപോലെ ഒരു ഫൈറ്റേഴ്സ് ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറബിൾ സ്റ്റോൺ. പിന്നെ വായിക്കുന്ന പേരിൽ അപ്പം ഇതിവിടുത്തെ ഒരു വില്ലേജ് സൈനാണ്, വില്ലേജ് സൈൻ. ഈ വില്ലേജിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ വീടുകളുടെ മുമ്പിലായിട്ട് നല്ല റോസാപ്പൂക്കൾ, അതുപോലെ നല്ല ബ്രൗൺ നിറത്തിലുള്ള ഇലകളുള്ള മരങ്ങൾ, വളരെ എന്ത് ഭംഗിയാണ്. നല്ല മഴ മാറി, അത് കുറച്ച് നേരത്തേനുണ്ടായിരുന്നുള്ളൂ, ഒരു 5-10 മിനിറ്റേ പെയ്തുള്ളൂ. അങ്ങനെയാണ് പക്ഷേ എന്നാലും എൻ്റെ ഗ്രാമത്തിൻ്റെ പുറകിലായിട്ട് ചെറിയ മുട്ടക്കുന്നുകൾ, ഈ വാഗമണ്ണൊക്കെ പോകുന്ന പോലെ ഒരു പ്രകൃതിയാണ്. റോഡുണ്ട്. അതൊരു ഈ ഗ്രാമങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർ നടക്കാൻ വരും. ലോങ് ആയിട്ടുള്ള 5-10 കിലോമീറ്ററുകൾ നടക്കാൻ വരും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള പല പല ഗ്രാമങ്ങളിങ്ങനെ ടച്ച് ചെയ്ത് പോകും. അപ്പം ചില ആൾക്കാർ സൈക്കിൾ ചവിട്ടാനായിട്ട് വരും. ഈ ഭാഗങ്ങളിലൂടെ സൈക്കിൾ റൂട്ടിനുണ്ട്. എല്ലാം ഇവിടുന്ന് കിലോമീറ്ററുകളോളം നമുക്ക് സൈക്കിൾ ചവിട്ടി പോകാനാണ് അതിനുള്ള പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നിൽക്കാനും ചായ കുടിക്കാനും ടോയ്ലറ്റ് യൂസ് ചെയ്യാനും ആയിട്ട് ഇവിടെയുള്ള കഫറ്റീരിയകളും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഒരുപാട് തിരക്കില്ല, എന്നാൽ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സാധ്യത. ഇതാണ് ഇവിടെയുള്ളൊരു പ്രശസ്തമായൊരു പബ്ബാണ് ടിക്കിൾ ട്രൗട്ട്. നല്ല കാലാവസ്ഥയാണെങ്കിലും ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ സീറ്റൊക്കെ നേരത്തെ
ബുക്ക് ചെയ്യുകയോ റിസർവ് ചെയ്തൊക്കെ മാത്രമാണ് ഇവിടെ കയറാൻ പറ്റുള്ളൂ. കോഫിയൊക്കെ കുടിച്ചൊക്കെ നമുക്ക് ഇരിക്കാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ട്രിക്കിൾട്ട് ഔട്ട്. അപ്പം അവർക്ക് അതിൻ്റെ ബാക്കിലായിട്ട് ഉണ്ടോ, അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ഒരു ചെറിയ അരുവിയുണ്ട് ഇവിടെ. ഇവിടെ അരുവിക്ക് ഒരു പുഴ എന്നാണ് പറയുന്നത്. നമുക്കെല്ലാം അറിയാവുള്ളൂ ഇതൊരു അരുവിയാണ്. അപ്പം എന്താ ചെറിയൊരു അരുവി എന്നിട്ട് പബിൻ്റെ ബാക്കിലായിട്ട് എൻ്റെ ഗാർഡൻ. നല്ല രസമില്ലേ? അപ്പോൾ നല്ല കാലാവസ്ഥ, നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഗാർഡനിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിക്കാം. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. നല്ല വെള്ളം ഒഴുകുന്ന ഒച്ചയൊക്കെ കേട്ടാ എന്താ കളകള നാദങ്ങൾ നിങ്ങളുടെ കാതുകളെ കുളിരണിയിക്കുന്നെന്ന് കവി പാടിയത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരിക്കും. എന്താ അപ്പം നമുക്ക് മീൻ പിടിക്കാനൊന്നും പറ്റില്ല. ഇറങ്ങാം, അതിൻ്റെ സൈഡിലായിട്ട് ഇറങ്ങാം. നമുക്ക് മറ്റൊരു കാര്യം, ഇവിടെ വയൽ നമുക്ക് വരാനായിട്ട് നമുക്ക് ബസ് വഴി റോഡ് മാർഗം വരാം. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള വേറെ വില്ലേജുകളിൽ വരുവാണെങ്കിൽ അവിടെ നിന്ന് നടന്നു വരാം. ഒത്തിരി ദൂരം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. 1-2 മണിക്കൂർ കൊണ്ടൊക്കെ നടന്നെത്താം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് ട്രെയിനുണ്ട്. അതായത് ആഷ്ഫോർഡ് ടൗണിൽ നിന്നും കാൻറ്റർബറിക്ക് പോകുന്ന ട്രെയിനുകൾ ഈ ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, വായി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ഇപ്പം ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. ടിക്കറ്റൊക്കെ ഓൺലൈനിൽ എടുക്കുമോ? പ്ലാറ്റ്ഫോമിൽ ആൾക്കാരിൽ നമുക്കിവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. മഴ വീണ്ടും പെട്ടെന്ന് കൂടി. അൺമാൻഡ് ലെവൽ ക്രോസിംഗ് ആണ്. അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൈനാണ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും. ട്രെയിൻ വരുന്നുണ്ടെന്ന് പറയും. എന്താ ചേട്ടാ എന്താ തന്നെ അടയും. കണ്ട, ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ കണ്ട കാറുകളൊക്കെ അവിടെ അപ്പം തന്നെ നിർത്തി. ഇനി ആരും മുന്നോട്ടൊന്നും പോവില്ല. അതുപോലെ അപ്രഭാഗത്ത് നിന്ന് വരുന്നവർ അറിയാം. നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ട്. ഇവിടുത്തെ വായി ലെവൽ ക്രോസിംഗ് ആൻഡ് ട്രെയിൻ സ്റ്റേഷനാണ്. 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഓപ്പോസിറ്റ് പോകുന്നത്. എങ്ങോട്ടാണ് ട്രെയിൻ വരുന്നത് അറിയാൻ പാടില്ല. നോക്കട്ടെ, ദൂരെ അതൊന്ന് നോക്കി. ഉണ്ട്. ഇതിലെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ആരും ഇതിൻ്റെ അടിയിലൂടെ പോകാനോ അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ കയറി പോകാനോ ഒന്നും നോക്കുന്നില്ല. അതിൻ്റെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കയറിപ്പോയി. ഇതെല്ലാം ക്യാമറ മോണിറ്ററിംഗ് ആണ്. 1000 പൗണ്ട്, അതായത് ഏകദേശം ഒരു 1,00,000 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ പെനാൽറ്റി വരുന്നത് നമ്മൾ പോയി കഴിഞ്ഞാൽ. പിന്നെ ചിലപ്പോൾ അത് നമ്മളങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജയിൽ ശിക്ഷയും ഉണ്ടായിരിക്കും. എന്നാലും കണ്ടോ ആൾക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരു മനുഷ്യർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോലും. ചില വീടുകളൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടുകളാണ് കേട്ടോ ഇവിടെയുള്ളത്. എന്താ നല്ല രസമില്ല കാണാനായിട്ട്. ഇതൊക്കെ വയലെ ഹൈ സ്ട്രീറ്റിൻ്റെ ഭാഗമാണ്. എന്താ സമയമായിട്ടും വലിയ തിരക്കൊന്നുമില്ല, ഒരുപാട് ആൾക്കാരില്ല റോഡിലൂടെ. കാണിച്ചില്ലേ, ഇവിടെയുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് സ്കൂളുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൈൻ ബോർഡ്, ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ്, പിന്നെ ഒരു വേസ്റ്റ് ബിൻ അല്ല. അതുപോലെ ഇതിൽ കീപ് ബ്രിട്ടൻ ടൈഡി അല്ല. പണ്ട് കാലത്തുള്ള വീടുകളുടെ ആർക്കിടെക്ചറും ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫാർമസിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നല്ല പല നിറത്തിലുള്ള വീടുകൾ.
ഞാനിങ്ങനെ ഈ തെരുവേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ചെറിയൊരു കട കാണുന്നത്. ടിക്കറ്റി ബൂ നല്ല രസമില്ലേ? ഇതിവിടുത്തെ വേറൊരു ചെറിയൊരു ചർച്ചാണ്. ആ ചർച്ചിൽ നോക്കിയപ്പോൾ അതിൽ ഒരു ശിലാഫലകം എന്ന് പറയില്ല, മറ്റേ ഡേറ്റ്സ്, അത് ഇട്ടിരിക്കുന്നത് 1869 എത്ര വർഷം പഴക്കമല്ലേ? 350 വർഷത്തിന് മുകളിലായില്ലേ?